ഹായ് ഗൈസ്, നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ് അടുത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എണീറ്റ. സമയം 3 മണിയായി. നമ്മൾ പോകുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എവിടെയാണ്? ആദിയോഗിയുടെ ഇത് കാണാനും സ്റ്റാച്ചു കാണാനും, പിന്നെ അവിടെ കുറച്ച് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ അമ്മൂൻ്റെ ഒരു ട്രിപ്പ് പോയി. പിന്നെ അമ്മൂൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ഗ്രീഷ്മ. അവളുടെ വീട്ടിൽ പറ്റുമെങ്കിൽ പോകണം. പിന്നെ നമ്മുടെ മാരുതിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാം കാണിക്കാം. രാവിലെ നമ്മളിപ്പം 3 മണിയായി. 3 മണിക്ക് നമ്മൾ കറക്റ്റ് ഇറങ്ങാന്നുള്ള പ്ലാനായിരുന്നു. 3 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇക്കൂസ് ഉണർന്നിട്ടില്ല. ഇക്കൂസിൻ്റെ നൈസിന് നമുക്ക് പൊക്കിയെടുത്തുകൊണ്ട് പോകാം ഗൈസ്. എന്താ ആശാരിയുടെ നല്ല സുഖം ഉറക്കമാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ ഇറങ്ങി. ഇക്കൂസൻ ചെറുതായിട്ട് ഉണർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. കാളിദാസ് എവിടെ? കാളിദാസ് എവിടെ? എവിടെയാടാ? കഥകളിയടാ അത്. കാളിദാസനൊന്ന്. ശരി, അപ്പൊ പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇറങ്ങി. മാക്സിമം ഫുൾ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് കവർ ചെയ്യാൻ ടോട്ടൽ 376 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇന്ന് തന്നെ ഓടി എത്തണം. കാരണം നമ്മളവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ അവിടുന്ന് 2 കിലോമീറ്റർ ചുറ്റുള്ളവരാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. നമ്മള് എന്റെ ഒരു ഊഹം അനുസരിച്ച് ഇപ്പൊ നമ്മൾ 3:20 എല്ലായിടത്തും ഫുഡ് കഴിക്കാൻ ഇറങ്ങി പോകുമ്പോ വൈകുന്നേരം 3 മണിയാകുമ്പോ എത്തുമെന്ന് തോന്നുന്നു. 3 മണിയാകുമ്പോ എത്തും. ആ, ചിലപ്പോ എത്തും. 12 മണിക്കൂർ ഇല്ലേ? 3 പറയുമ്പോ 12 മണിക്കൂർ ആവുമല്ലേ? നോർമലി 8 മണിക്കൂറാണ് ഇതിൽ കാണിക്കുന്ന മാപ്പില്. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയം എല്ലാം കൂടെ ആകുമ്പോ എത്തും. ഇതെന്തോ ഇത്? ഓ മൈ ഗോഡ്, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടികളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. അപ്പം നമ്മള് വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ലൈറ്റ് ഷോ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ നോക്കിയൊരു റൂം അഡ്വാൻസ് വല്ലതും കൊടുക്കാം. അഡ്വാൻസ് നോക്കാം. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേക്കാം. അല്ലേ ഇക്കുച്ച? ഇക്കുച്ച ഉറങ്ങിക്കോ. നമ്മളിപ്പം എണീറ്റിട്ടുണ്ട്. എണീറ്റാ പിന്നെ ഉറങ്ങാൻ വലിയ പാടാണ്. നമ്മൾ ഉറങ്ങിയപ്പോ തന്നെ 11:30 ആയെന്ന് തോന്നുന്നല്ലേ? അല്ല, 11 മണിയൊക്കെ കഴിഞ്ഞു. വണ്ടിയിലോട്ട് കയറ്റിയപ്പോഴേ എണീറ്റ്. അതെപ്പോഴും അങ്ങനെയാണ്. ഉറങ്ങിക്കോ, അവിടെ പില്ലോയിൽ കിടന്ന് ഉറങ്ങിക്കോ കേട്ടാ. നമ്മള് ചായ കുടിക്കാൻ നേരത്തെ ഉണർത്താം. കിടന്നോ കേട്ടാ. യെസ്. രാവിലെ ദോശ കഴിക്കുന്നു. നല്ല വിശപ്പ്. തട്ടുകടയിൽ കയറി ദോശ വാങ്ങിച്ച് കഴിക്കുകയാണ്. അതുപോലെ എനിക്ക് ഉറക്കം വന്നു. അതുകൊണ്ട് ദോശ കഴിച്ചു. രാവിലെ ഇറങ്ങിയതുകൊണ്ട് നല്ല ഉറക്കം. ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പൊ നല്ല ദോശയുണ്ട്. നമ്മളങ്ങനെ ദോശ കഴിച്ചു. ലൈറ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ നല്ല ദോശ. ലൈറ്റ് അല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ. നല്ല ദോശ, നല്ല മുട്ടക്കറി. വീട്ടിലൊക്കെ കഴിക്കുന്നല്ലേ? വീട്ടിലുണ്ടാകുന്ന അതേ ടേസ്റ്റ്. കൊള്ളായിരുന്നു. മാവന്റെ കടയാണ്. നമ്മള് കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര കഴിഞ്ഞു. കഴിഞ്ഞാ? ഇല്ല, അമ്പലം കഴിഞ്ഞില്ല. കഴിഞ്ഞ അപ്പൊ ചേട്ടൻ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞത് ഉറക്കക്കിറങ്ങിലാണ്. ദൈവമേ,
കൊറേ നേരം കൊണ്ട് കൊട്ടാരക്കര എത്തിയില്ല, ഇത് ആ വഴിയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ പറയുന്നത് കൊട്ടാരക്കര കഴിഞ്ഞു. എന്തിന്റെ വിശ്വസിച്ചാണ് ഇതിലൂടെ പോകുന്നത്? നല്ല ഉറക്കം വന്ന് ഇറങ്ങി. ഇടക്കാല ആശ്വാസം. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ദൂരം പോവാം. ഇപ്പൊ നല്ല ഉറക്കമാണ്. അതെ, കഴിക്കാൻ വേണ്ടി അവനെന്തെങ്കിലും ഡൽഹിയോ ബെഡിൽ കിടക്കുന്ന രീതിയിലാണ് കിടക്കുകയാണ്. എപ്പോഴാണ് നിലത്ത് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. സീറ്റ് നല്ല ചേർത്തിട്ടുണ്ട്, കുഴപ്പമില്ല. നേരെ വെളുത്തിട്ട് കാണും. നമ്മളിപ്പോ ചങ്ങനാശ്ശേരി എത്തി. പെട്രോൾ അടിക്കാൻ വേണ്ടി ഒന്ന് കേറി. നമ്മള് കൊറേ ലേറ്റ് ആയി. ഇടയ്ക്ക് ഉറക്കം വന്നപ്പോ നമ്മള് സൈഡ് ആക്കിയിട്ട് നമ്മള് കിടന്ന് ഉറങ്ങി. ഒരു അരമണിക്കൂർ കൂടുതൽ ഉറങ്ങിയല്ലേ? അരമണിക്കൂറല്ല, കൂടുതൽ ഉറങ്ങി. 5:30 ആയപ്പോഴാണ് നിർത്തിയത്. 6:30 കഴിഞ്ഞ്, അല്ല 6:20 ആയപ്പോഴാണ് എണീറ്റ്. 6:20 നല്ല ഉറക്കം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ യാത്ര പോകുമ്പോ ഉറക്കം വരുന്നത്. ഇതുവരെ ഇങ്ങനെ ഇല്ല. കാരണം നമ്മള് കിടന്നപ്പോ തന്നെ 11 മണിയായി. പിന്നെ 2 മണിക്ക് എണീറ്റ്. പിന്നെ 2 മണിക്കൂർ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഭയങ്കര ഉറക്കക്ഷീണം. ഉറക്കം വന്നാ പിന്നെ നമ്മള് ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മള് സൈഡാക്കി സേഫ് ആയ ഒരു സ്ഥലത്തോട്ട് സൈഡാക്കിട്ട് നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങി. ഇപ്പൊ ഓക്കെ ആയി, ഉറക്കമൊക്കെ മാറി. എനിക്ക് ഓക്കെ ആയില്ല, ചെറിയ ഉറക്കമുണ്ട്. ചിക്കു നല്ല ഉറക്കമാണ്. ഇതുവരെ എണീറ്റില്ല. ഇടയ്ക്ക് ഒന്ന് തലപൊക്കി നോക്കി കുറച്ചു നേരം ഇരുന്നിട്ട് കിടന്നു. ഉറക്കം തെളിഞ്ഞില്ല. ഒന്നും ആയില്ല, ഇനിയുണ്ട് 280 കിലോമീറ്റർ ഇനിയുണ്ട്. ആകെ 100 പുറത്താങ്ങോട്ട് ആയേ ഉള്ളൂ കിലോമീറ്റർ. പക്ഷെ തിരക്കുണ്ട്, റോഡ് തിരക്കുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളൊക്കെ അവധി ആയതുകൊണ്ടാണ്. രാവിലെ ഇറങ്ങിയ സമയം മുതൽ ആ 3:30-4 മണി സമയത്തൊക്കെ തിരക്കുണ്ട് നല്ല. പിന്നെ ഇനി 10 മണി സമയത്തൊക്കെ പറയണ്ടല്ലോ. 7 മണി ആവുന്നതേ ഉള്ളൂ, പക്ഷെ നല്ല തിരക്ക്. കുറച്ചുകൂടെ നമ്മള് കഴിച്ചത് കൊണ്ട് ഇപ്പൊ വിശപ്പൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് ചൂടായതുകൊണ്ട് പിന്നെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളം കരിക്കോ അങ്ങനെയൊന്നുമില്ല കുടിക്കാൻ. നമ്മള് കോട്ടയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു പിടിയില്ല. ഏറ്റുമാനൂര് കഴിഞ്ഞു. അപ്പം കോട്ടയം കഴിഞ്ഞ് കാണുമല്ലോ. നമ്മള് കാളികാവ് എന്ന് പറയുന്ന ഒരു സ്ഥലം എത്താറായി. ഈ ഒരു മരം, ഈ പൂവൊക്കെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ചൊരു ഫോട്ടോ എടുക്കാന്ന്. നമുക്ക് അതെ, ഫോട്ടോ എടുക്കാം. ഒന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോന്ന നല്ല രസമുണ്ട്. ഇവിടെ നിലത്തൊക്കെ പൂക്കൾ വീണ് കിടപ്പുണ്ട്. ഒരാൾ ഫോട്ടോ എടുക്കാൻ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയി. നല്ല തിരക്കുണ്ട് റോഡ്. എന്താ ചെയ്യുന്നേ? ലോറിയൊക്കെ പോയി പൊളിഞ്ഞു കിടക്കുന്നു. വന്നിട്ടുണ്ട്. ഏതാ സ്ഥലമൊന്നും ഒരു പിടിയില്ല. സംഭവം MC റോഡാണ്. വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കാളികാവിലോട്ട് പോകുന്നു. അപ്പൊ നമുക്കിനി 241 കിലോമീറ്റർ ഉണ്ട്. അതായത് 5.25 മണിക്കൂർ. 5.25 മണിക്കൂർ എന്ന് പറയുമ്പം
നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും എങ്ങനെ പോയാലൊരു 7 മണിക്കൂർ കൂടുന്നെങ്കിലേ ഉള്ളൂ. അപ്പം 1 മണിക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്, 1:10 എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴെത്തും. ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്തായി, കിട്ടിയോ? ഹായ് ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാ ഒരാളിവിടെ നിൽക്കുന്നു. ഇക്കുന് ചായ കിട്ടിയില്ല എന്നാ കുക്കു പരാതി പറഞ്ഞു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. അല്ലേ ഇക്കുച്ച? ആ, ഇക്കുന് ബൂസ്റ്റാ. ചായ വേണോ ബൂസ്റ്റ് വേണോ? നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. സ്ഥലത്തിന്റെ പേരെന്നാ നമുക്ക് അറിഞ്ഞൂടാ. അതെ അതെ, നമുക്ക് ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് അറിയില്ല. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ ചേച്ചിയുടെ ചോദിച്ചു നോക്കാം. കൂത്താട്ടുകുളം. നമ്മളിവിടെ എന്താ ചായ കുടിക്കുന്നത്? മുറുക്കൊക്കെ ഉണ്ട് ഇവിടെ. ചേച്ചി സ്ഥലത്തിന്റെ പേരെന്താന്ന് ചേച്ചി? കൂത്താട്ടുകുളം. ഈ റോഡ് എവിടെ ചെന്ന് കയറും? MC റോഡ്. കൂത്താട്ടുകുളം സ്ഥലത്തിന്റെ പേര്. നമ്മൾ ചായ കുടിക്കാൻ, ചായ അല്ല ബൂസ്റ്റ്. എങ്ങനെ കഴിയും? അച്ഛനോട് പറഞ്ഞേ. അവിടുത്തെ മാമിമാരുമായിട്ട് കമ്പനിയായി, ഫുൾ കമ്പനിയാണ്. ഇവിടെ എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ടുണ്ട്. എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ. ഗ്ലാസ് ആരാ കഴി തന്നെ? ഗ്ലാസ് ആരാ കഴി തന്നെ? നമ്മളിവിടെ 2 കരിക്കൂടെ വാങ്ങിയിട്ടുണ്ട്. മാമേനെ കഴി തന്നെ. നമ്മള് ഇപ്പം പാലക്കാട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂര് വടക്കഞ്ചേരി. നമ്മൾ അന്ന് പോയ അവിടെ ഇറങ്ങുന്നു. നമ്മൾ അന്ന് പോയ പാലക്കാടാ. ലേറ്റ് ആവൂല്ലേ? തിരിച്ചു വരാൻ പറ്റുമോ? ഇപ്പം നമ്മള് നേരെ അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. നമ്മള് ടോള് വെട്ടിച്ചു ഗൈസ്. അതിവിദഗ്ധമായി നമ്മൾ ടോള് വെട്ടിച്ചു. എന്ത് സംഭവിച്ചു സംഭവിക്കാന്നില്ല. ഓട്ടോറിക്ഷ പോണ വഴി നമ്മൾ കയറി വന്നു. കാരണം എന്ന് വെച്ചാൽ ടോള് കൊടുക്കേണ്ട കാര്യമില്ല. ആ റോഡ് ഫുള്ള് കൂടെ പറഞ്ഞ വഴിക്ക് ഫുള്ള് പൊളിച്ചിട്ടേക്കുക. പിന്നെ അവരെന്തിനാ ടോള് വാങ്ങി? പക്ഷെ ഇത് കൊള്ളാം. ഈ റോഡ് ഇതൊക്കെ നല്ല റോഡാണ്, കൊറേയൊക്കെ കൊള്ളാം. എന്നാലും നമ്മളെന്തായാലും നമുക്കിനി ഒരു 125 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പൊ അതിന് 2.5 മണിക്കൂറാണ് ഇതിൽ ടൈം കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ഇക്കൊന്നും കൊടുത്തിട്ടില്ല, ഇതുവരെയൊന്നും കഴിച്ചില്ല. കരിക്ക് കുടിച്ചു, കരിക്ക് കഴിച്ച്, പിന്നെ ബൂസ്റ്റ് കുടിച്ചു, അങ്ങനെയൊക്കെ ഉള്ളു. വെള്ളങ്ങൾ മാത്രമേ കുടിച്ചുള്ളൂ. ഇക്കൊന്നും ഫുഡായിട്ടൊന്നും കൊടുത്തിട്ടില്ല, കഴിച്ചില്ല. മിഠായിയൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്തായാലും ഈ റോഡിൽ ഇനി ഫുഡ് കിട്ടാൻ കുറച്ച് ടാസ്ക് ആണ്. എങ്ങും ഇല്ല, ഒരു കടയും ഇല്ല. ഒന്നാമത്തെ കേസ് ഗ്യാസിന്റെ പ്രശ്നം കാരണം ഫുഡ് കട ഷോപ്പ് എല്ലാം ക്ലോസ് ആണ്. ഒന്നുമില്ല. നമുക്ക് വേണമെന്നുള്ള ഫുഡൊന്നും നമ്മൾ വിചാരിക്കുന്ന ഫുഡൊന്നും നമുക്ക് കിട്ടത്തില്ല. കട പോലും ഇല്ല. ഒരു ചായക്കട തന്നെ ഭയങ്കര റയറായിട്ടേ ഉള്ളൂ. ഇല്ല, ഒന്നും കാണാനില്ല. ഈ റോഡിൽ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പം ഹൈവേ ആണല്ലോ. ഒന്നുമില്ല ഇവിടെയൊന്നും, ഒരു കടയും ഇല്ല. നമ്മള് രാവിലെ കഴിച്ചെങ്കിലും ഇപ്പൊ വിശക്കുന്നുണ്ട്. എനിക്ക് വിശപ്പുണ്ട്. രാവിലെ 4:30 എന്തോ കഴിച്ചതാണ്. അപ്പം എനിക്ക് വിശന്നു തുടങ്ങി. ദിവസം അതും കഴിച്ചില്ല. നമുക്ക് നല്ല ഉറപ്പായിരുന്നു. നോക്കാം എന്തെങ്കിലും. റൂമൊക്കെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വിളിച്ച് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഈ ഗൂഗിളിൽ നോക്കി റിവ്യൂ ഉണ്ട്, അത്യാവശ്യം ഉള്ള റൂം ഒന്ന് കണ്ടോണ്ടാണ് ബുക്ക് ചെയ്തത്. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. നല്ല വ്യൂ ആണ് കേട്ടോ. പാലക്കാട് അറിയാലോ, പ്രത്യേകിച്ച് പാലക്കാടിന്റെ ആ ഒരു ചൂടുണ്ട്. ഈ സമയത്ത് പാലക്കാടൊക്കെ ചെന്നാ നല്ല ഫ്രൈ ആയിട്ട് വരും.
അത്രയ്ക്ക് പക്ഷെ നല്ല നമ്മുടെ ഈ വണ്ടിയിൽ ആസിഡ് ഇട്ടിട്ട് വരെ നമുക്ക് നല്ല ചൂടടിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും നിർത്താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അവിടെ ചായ കുടിക്കാൻ കുറച്ചു നേരം നിർത്തി വേർത്ത് ഭയങ്കര ചൂട്. വെള്ളം കുടിച്ച് നമ്മൾ കരിക്ക് വാങ്ങിച്ചു കുപ്പിയില് കഴിഞ്ഞു. അത് തന്നെയാണ് കുടിച്ചത്. അപ്പം അങ്ങനെയൊക്കെ പോകാനേ പറ്റുള്ളൂ. ഫുഡിന്റെ കാര്യമൊക്കെ നീ അവിടെ ചെന്നാൽ അതുമല്ല ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കിട്ടണമെന്നില്ല. നോക്കാം. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയ ഒരു ഹോട്ടലില് മലബാർ വൈറ്റ് ഹൗസ്. കുറെ തപ്പിയാണ് കിട്ടിയത്. ഇവിടെ കിടന്ന് അലുമ്പ് കാണിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇതൊരു പിസ്സ വേണമെന്നാണ് പറയുന്നത്, പക്ഷെ ഇവിടെ പിസ്സ ഇല്ല ഗൈസ്. പിസ്സ എന്ത് വേണമെന്ന നമുക്ക് ഇന്ന് പിസ്സ വൈകിട്ട് കഴിക്കാം. നമുക്കിപ്പം മന്തി കഴിച്ചാൽ ഓക്കെ. നമുക്ക് മന്തി കഴിക്കാൻ പോകുന്നു ഗൈസ്. മന്തി ഞാനല്ല, ഇക്കൂസ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ഹോട്ടൽ കൊള്ളാം, പക്ഷേ ഇതൊരു വന്നിട്ടുണ്ട്, ആൾ വന്നിട്ടുണ്ട്. ശരി ഗൈസ്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് വന്നൊരു എന്തോ ഒരു വ്യത്യസ്തമായൊരു പഴം കണ്ടു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നതാ. നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ. ഈ അമ്മയാണ് നമുക്ക് തരുന്നത്. ഇതാണ് എന്താണെന്ന് അറിയില്ല. ഒരു മധുരവും ഒരു കയർപ്പും ചെറിയ പുളിയല്ലേ? നമ്മൾ ഈ അമ്മയുടെ വാങ്ങിച്ച വേറെ കപ്പലണ്ടി പച്ച കപ്പലാണ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പാണ് വാങ്ങുന്നത്. ഈ രണ്ട് അമ്മമാരാണ് ഇവിടെ ഉള്ളത്, കച്ചവടം നടത്തുന്നത്. ചെറിയൊരു കടയാണ് ഗൈസ്. നമ്മള് കണ്ടപ്പോ ജസ്റ്റ് ഇതാ ഈ ഒരു സാധനം കണ്ടപ്പോ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. നമ്മളിത് ആദ്യമായിട്ടാ കാണുന്നത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നീണ്ട ഒരു യാത്രക്ക് ശേഷം നമ്മൾ കോയമ്പത്തൂർ എത്തി. ഫുള്ള് കൃഷിയാണ് ഗൈസ്. ഫുള്ള് കമുകും തെങ്ങും എല്ലാം ഉണ്ട്, കൃഷികളെല്ലാം ഉണ്ട്. നല്ല ചൂടും ഉണ്ട്. നല്ല ചൂട്. പക്ഷെ ഇപ്പൊ വെയിൽ തൽക്കാലം മാറി. ഒരു മണി വരെ അല്ല 1:30 മണി വരെ നല്ല ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഇച്ചിരി ഒന്ന് മങ്ങിയല്ലേ ചെറുതായിട്ട്. നമ്മളടുത്തേക്കാളും ചൂട്. തമിഴ്നാട് കയറിയ ഒരു വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. കൊള്ളാം, അടിപൊളി റോഡ്. വരുന്ന വഴി സൂപ്പർ റോഡ്. ഇങ്ങനെ വിട്ട് തരാം ഇങ്ങനെ ഒരു ഒന്നുമില്ല, പെട്ടെന്ന് വരാൻ പറ്റും. നമ്മൾ ഇത്രയും ഒരു 18 കിലോമീറ്ററേ ഉള്ളൂ. 18 കിലോമീറ്ററില് നമ്മുടെ റൂമിലേക്ക് 18 വരത്തില്ല, ഒരു 16 കിലോമീറ്ററൊക്കെ വരത്തുള്ളൂ. ലൊക്കേഷൻ ഉണ്ട്. അവിടെ എത്തണം. കോയമ്പത്തൂർ മെയിൻ ആയിട്ടും കയറി. ഇവിടെ ഇഷാ യോഗ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് 16 കിലോമീറ്റർ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, ഇഷയിലേക്ക് എത്താൻ 16 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം, റെസ്റ്റ് എടുക്കണം ആദ്യം. 400 കിലോമീറ്ററോളം കണ്ടിന്യൂ. അപ്പം ആദ്യം ഒന്ന്
എന്താണ് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെ നമുക്ക് പുറത്തിറങ്ങാം. നമ്മളിനി തമിഴ്നാട്ടിൽ വന്നതുകൊണ്ട് നമ്മൾ തമിഴിലേ സംസാരിക്കാവൂ. ഓക്കെ ഓക്കെ ലെഫ്റ്റ്. உங்களுக்கு தமிழ் தெரியுமா? தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும். உங்களுக்கு தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும். தெரியும். നമ്മളിനി നമ്മുടെ ചെറിയ അറിവൊക്കെ വെച്ച് നമ്മൾ തമിഴ് സംസാരിക്കും. ചെറിയ അറിവ് വെച്ചിവിടെ വാരണാസി പോയി ഹിന്ദി ശരിയാ. തമിഴ് നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കും അല്ലേ കുച്ചാ? എന്ത് പറയും? അണ്ണേ വണക്കം എന്താ പറയും? വണക്കം. ഇവിടെ ഫുള്ള് തെങ്ങും തോപ്പ്. അവിടുത്തെ കാലം ഇവിടെയാണെന്ന് തോന്നല്ലേ തെങ്ങ് കൂടുതൽ? കേരളം എന്നുള്ളത് മാറ്റേണ്ടി വരും. തമിഴ്നാട്ടിലാണ് ഇല്ല. നമ്മളിവിടെ എത്തി. അവരോട് ചോദിക്കണം. ലക്ഷ്മി വിലാസ് കണ്ടിട്ട് കൊള്ളാന്ന് തോന്നുന്നു. അധികം നാളായില്ല. ഇനി ഒന്ന് വീട് ഇങ്ങനെ ആക്കിയാന്ന് തോന്നുന്നു കേട്ടോ, ഹോം സ്റ്റേ ആക്കിയത് അല്ലേ? ഓ മൈ ഗോഡ്, ചക്ക വീണപ്പോ മുയല് ചത്തു അല്ലേ? അയ്യോ, ഇഷ്ടായോ? ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ഇഷയിലേക്ക് പോവാണ്. സുനോട് ഞാൻ കൂട്ടില്ല, കട്ടീസിട്ടേക്കാണ്. ഗൈസ്, നമ്മള് ആദ്യ അതിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഇപ്പുറത്തോ കാണിച്ചു തരാം ഗൈസ്, ഒരു മിനിറ്റ്. അപ്പൊ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു കറക്റ്റ് ഒരു അരമണിക്കൂർ ദൂരം നടക്കേണ്ടി വരും. നല്ല തിരക്കുണ്ട് കേട്ടോ, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. മലയാളികളും ലൈറ്റ് ഷോ 7 മണിക്കാണ്. അപ്പൊ അത് കാണാൻ വേണ്ടി മലയാളികള് എല്ലാവരും തമിഴ്നാട്ടിൽ നിന്നുള്ളത് എല്ലാവരും, ഓൾ ഇന്ത്യ എല്ലാവരും ഉണ്ട്. നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കറക്റ്റ് 400 മീറ്റർ ഉണ്ട് ഇവിടെ നടന്നിട്ടേ. അപ്പൊ അടുത്തെത്തിയിട്ട് കാണിച്ചു തരാം. പാർക്കിംഗ് കിട്ടി ഭാഗ്യത്തിന്. ഒരു വണ്ടി എടുത്ത ഗ്യാപ്പിൽ നമ്മൾ കൊണ്ടിട്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഓ അടിപൊളി. ഇത്രയും നാള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടപ്പോ ഒരു ഭയങ്കര ഫീല്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി അല്ലേ? അടിപൊളി. അവിടെ പോയതിന്റെ ഹാങ് ഓവർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുമ്പ് അടുത്തത് ഇവിടെ എത്ര നേരം വേണം ഇരിക്കല്ലേ? പക്ഷെ പകൽ സമയത്ത് വന്നാൽ വെയിലടിച്ച് വരും. ഈ ഒരു സമയം പെർഫെക്റ്റ്. നൈസ്.
നമ്മളിതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്തായിട്ടല്ലേ അടുത്ത് നോക്കുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും ഹൈറ്റ് കറക്റ്റ് അറിയാൻ അത് നോക്ക്. അതിന്റെ മുകളിലൊരു ചന്ദ്രൻ കണ്ട ലൈറ്റ് ഷോ ഉടനെ തുടങ്ങും കേട്ടോ. ഈ ഹാരം രുദ്രാക്ഷമാണ്, ഫുള്ള് രുദ്രാക്ഷത്തിൽ കുഞ്ഞു കുഞ്ഞു ഇതല്ലേ, ഫുള്ള് രുദ്രാക്ഷത്തിൽ ചെയ്തേക്കുന്നു. അതുപോലെ ഇവിടെ മൊത്തം ശൂലമുണ്ട്, റൗണ്ട് ചെയ്ത് ശൂലത്തിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ ഒരു കാണിക്ക വഞ്ചിയുണ്ട്. അടിപൊളി, നല്ല തിരക്കുണ്ട്. നമ്മൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, ഗൈസ്. എല്ലാരും തറയിലിരിക്കുകയാണ്. നമ്മളിപ്പം ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർ ലൈറ്റ് ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവര് കുറെ തവണ വാണിംഗ് കൊടുത്തിട്ടും കുറെ ആൾക്കാർ ഇപ്പോഴും ആണോ? പക്ഷെ അവര് കുറെ നേരം കൊണ്ട് വാണിംഗ് കൊടുക്കണം അവര് അവിടെ ഇങ്ങോട്ട് മാറാൻ. പക്ഷെ അവര് ആൾക്കാർ മാറുന്നില്ല. നമ്മള് ഏറ്റവും ഫ്രണ്ടിലും അല്ല ഏറ്റവും ബാക്കിലും അല്ല, സെൻട്രലായിട്ട് നമ്മൾ ഇരിപ്പുണ്ട്. ലൈറ്റ് വരെ ഫുള്ള് ലൈറ്റ് വരും. ഏത് പൂജ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഉണ്ട് അവിടെ, ദീപാരാധന പോലെ അങ്ങനെ എന്തോ ഉണ്ട്. ഉള്ള ആളാണ് ഇവിടെ. എന്നും തിരക്കാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെ എന്നും തിരക്കാണ്. யோக அறிவியலை உலகமெங்கும் கொண்டு சென்ற நிகழ்வையும் கண்கவர் 3D ஒளிக்க Over 15,000 years ago, a being appeared. നമ്മള് ലൈറ്റ് ഷോ ഒക്കെ കണ്ടു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു 15 മിനിറ്റ് മുകളിലുണ്ട്, 20 മിനിറ്റ് അടുപ്പിച്ച് വരും. ലേറ്റ് ആയി തുടങ്ങി. അപ്പൊ 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 7:15 ആയി. ഓ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, 7:30 കഴിയും. നമുക്ക് വണ്ടി എവിടെ ഇട്ടേക്കുന്നൊരു പിടിയില്ല ഗൈസ്. കാരണം നല്ല തിരക്കുണ്ട്. വൈദ്യുതിനകത്തോടെ പോകും. വാങ്ങിക്കുക, ഇല്ലെങ്കിൽ നാളെ വാങ്ങിക്കാം. വെള്ളം നനയ്ക്കുന്ന ചെടിക്ക് ഇതുപോലത്തെ ഒരു സാധനം വച്ചാ അധികം വെള്ളമാവില്ല അല്ലേ? നാളെ വലിയ കാർ വാങ്ങിച്ചു തരാം. ഒരേ നിർബന്ധമാണ്, ടോയ്സ് വേണം. ഏതാടാ ഇല്ല ഇക്കുനെ കൊണ്ട്. ഇതാ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മള് നേരെ ഇനി റൂമിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, പറ്റുന്ന പോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മാരുതിയുടെ സ്പെയർ എടുക്കാൻ വേണ്ടി പോകും, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ അതിന്റെയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.